എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മാസ്റ്ററിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ 2026 എങ്ങനെയാണ് നോക്കുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026. Justice, Nine of Cups, Knight of Pentacles, King of Pentacles, Wheel of Fortune, Seven of Swords energy. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ് എന്ന് തന്നെ പറയാം. സാമ്പത്തികമായിട്ടും അതേപോലെ പേഴ്സണൽ ലൈഫിലും ഒത്തിരി ഉന്നതി ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കർക്കിടകം ചിങ്ങക്കൂറുകാരെ മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. പൂരം നക്ഷത്രക്കാർ ആദ്യം തന്നെ ജസ്റ്റിസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെ ഗ്രഹനിലയും സാധ്യതകൾ അനുസരിച്ചിട്ടാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. കാരണം ഇവിടുത്തെ ഒരു എനർജി കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർമ്മബലത്തിൻ്റേതായിട്ടുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനലാഭം എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കൂടി നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ളൊരു, ഇപ്പോൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ 10% ലാഭം അല്ലെങ്കിൽ 2% ലാഭം കിട്ടേണ്ടടുത്ത് ചിലപ്പോൾ 20% ലാഭം കിട്ടുന്ന ഒരു രീതി, വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നിടത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ 10 ഇരട്ടി ലാഭം അങ്ങനെയുള്ള, അതായത് നിങ്ങളുടെ ചെയ്തതിൻ്റെ ഫലമാണ് ആ ഒരു സിറ്റുവേഷനിൽ ഭാഗ്യം കൂടി ചേർത്ത് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ 10,000 രൂപ കിട്ടേണ്ടടുത്ത് 1,00,000 രൂപ കിട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. പക്ഷെ നിങ്ങൾ ചെയ്തേണ്ട, അല്ലാതെ ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതല്ലാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനത്തിൽ നിന്നുള്ളൊരു ഫലം എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ സ്ഥലം വിൽക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഒത്തിരി ഇരട്ടി ലാഭം കാര്യങ്ങൾ ലഭിക്കുന്ന സിറ്റുവേഷൻ. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള എനർജിയും പോസിറ്റീവാണ്. അപ്പോൾ ഒരു പക്ഷെ നിങ്ങളിപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊരു വളരെ സാധാരണ പോസ്റ്റിൽ നിന്ന് വലിയ ഹയർ പൊസിഷനിലേക്ക് എത്തുന്ന ഒരു സാധ്യതയാണ് ജോലിയിൽ. അപ്പോൾ ഇപ്പോൾ എൻജിനീയറിംഗ് പഠിച്ച ഒരാൾ വളരെ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എൻജിനീയറായിട്ട് വളരെ നല്ലൊരു കമ്പനി അല്ലെങ്കിൽ വിദേശത്ത് ജോലി സാധ്യതകൾ ഒക്കെ സാധ്യമാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം ധന ലാഭം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കർമ്മമാണ്, നിങ്ങൾ അനുഷ്ഠിച്ച കർമ്മത്തിൻ്റെ ഫലം. അപ്പോൾ അങ്ങനെ ഒരു എനർജി, ഇപ്പോൾ സർക്കാർ ഉദ്യോഗത്തിനുള്ള സാധ്യതകളും നിലനിൽക്കുന്നതാണ്. നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാവും ഇതുവരെ, പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു ചെറിയ ക്ലറിക്കൽ പോസ്റ്റിലേക്കായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വളരെ ഉയർന്നൊരു പോസ്റ്റിലേക്ക് വരാൻ സാധ്യത, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, പക്ഷെ എന്നിരുന്നാലും കർമ്മത്തിൻ്റെ ഫലം എന്നുള്ള ഇങ്ങനെയുള്ള സാധ്യതകളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മത്സര പരീക്ഷകളിലൊക്കെ വിജയസാധ്യതകൾ വളരെയേറെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചതിൻ്റെ അതിനേക്കാൾ ഇരട്ടി അല്ലെങ്കിൽ അതിൽ 10 മടങ്ങൊക്കെ ലഭിക്കുന്ന സാധ്യതയാണ്. അതേപോലെ തന്നെ 9 ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ധനലാഭമാണ്, ഒത്തിരി സാമ്പത്തിക നേട്ടം, കരിയറിൽ ഉയർച്ച, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിത്തത്തിൽ ഉയർച്ച സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ആഗ്രഹ സബലീകരണമാണ് വിഷ് കം ട്രൂ എനർജി, അതായത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് സാധ്യമാകുന്നു എന്നുള്ളത്. അപ്പോൾ വീട് വയ്ക്കുക എന്നുള്ളൊരു സ്വപ്നം കുറച്ചധികം നാളായിട്ട് ആ ഒരു ചിന്ത മനസ്സിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ജോലിയോ കാര്യങ്ങളോ ഇല്ല, അല്ലെങ്കിൽ സ്ഥിരപരമായുള്ള ജോലി ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ലോൺ കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വീടിൻ്റെ കാര്യങ്ങൾ റെഡി ആവാത്തവർ ഇപ്പോൾ ഈ ഒരു മാസം കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്വന്തമായിട്ട് വീട് വയ്ക്കുന്ന സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ധനം ആവശ്യമുള്ള കാര്യങ്ങൾ, ധനമില്ലാത്തത് കൊണ്ട്
ചെയ്യാതിരുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ നേടിയെടുക്കുന്നുണ്ട്. സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിക്കുന്നതാവാം. അപ്പോൾ ഇങ്ങനത്തെ എനർജിയൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചിത്രരചന അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഒത്തിരി നിങ്ങൾ ആഗ്രഹിച്ച പല നേട്ടങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കലാപരമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവിൽ ഒത്തിരി ക്യൂരിയോസിറ്റി ഉള്ള സമയം, എല്ലാത്തിനും ഒരു ഉത്സാഹഭരിതരായിരിക്കും, ജിജ്ഞാസ കൂടുതലായിരിക്കും കാര്യങ്ങൾ അറിയാൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും കുറിച്ചിട്ടും ഒരു ജിജ്ഞാസ എന്ന് പറയും. ഇപ്പോൾ ഇന്നൊരു കാര്യം എന്നുള്ളതല്ല, എന്തെങ്കിലും ഒരു കാര്യം സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അപ്പോൾ അതിന് പുറത്തുനിന്ന് സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ വരുത്തിയ വർക്കർ കൊണ്ടുവന്ന് ചെയ്യിക്കേണ്ട കാര്യമായിരിക്കും. പക്ഷെ അപ്പോഴും ആ ഒരു കാര്യത്തിലാണെങ്കിൽ നിങ്ങളിത് എന്തുകൊണ്ടാണ് അതിങ്ങനെ ചെയ്യാതെ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ അല്ലെങ്കിൽ ഏത് കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം എന്നുള്ള രീതിയിൽ. പൊതുവേ ഒരാൾ പണിക്ക് വരികയാണെങ്കിൽ അവരവരുടെ പണി ചെയ്യുന്നു, നിങ്ങളുടെ കാര്യം നോക്കി പോകുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളിലും ഒത്തിരി അറിയാനായിട്ടുള്ള ആഗ്രഹം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നിങ്ങൾ സ്വയം പല കാര്യങ്ങളും, ഇപ്പോൾ വാഹനമുള്ളൊരു വ്യക്തിയാണ്, ഇന്ന് വരെ ജീവിതത്തിൽ വാഹനത്തിൻ്റെ ടയർ മാറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സ്വയം ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെയാണ് ടയർ മാറ്റുന്നതെന്ന് നോക്കുന്നത്, ടയർ മാറ്റാനോ ഒക്കെ അത് സ്വയം ചെയ്യുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം ആദ്യമായിട്ട് ചെയ്ത് പഠിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ സ്വയം താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 7 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരെ, പ്രത്യേകിച്ച് പണമിടപാട് കാര്യത്തിൽ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാൻ, ഇനി ആര് തന്നെയായാലും, പ്രത്യേകിച്ച് കുറച്ചധികം പൈസ എവിടെയെങ്കിലും എത്തിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏൽപ്പിക്കുന്ന കാര്യം നിങ്ങൾ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് തിരക്കായതുകൊണ്ട് പെട്ടെന്ന് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പോവാം, അങ്ങനെ ഒരു ഇതിലേക്ക് പോകാതിരിക്കുക. ആ ചെയ്യുന്ന വ്യക്തി എന്തെങ്കിലും നെഗറ്റീവ് എനർജി എന്നുള്ളത് അല്ല, ആ വ്യക്തി നിങ്ങളെ ചതിക്കും എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ ആ ആൾ വഴി എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വമില്ലായ്മയിലേക്ക് അത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ വരാം. മറിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളായിട്ട് എത്തിക്കുന്നതാണ് കുറച്ചും കൂടി സേഫായിട്ട് കാണുന്നത്. അത് പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിങ്ങളത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ പോവുക, അല്ലാണ്ട് വേറൊരാളെ അത് ഏൽപ്പിക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളത്. പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒത്തിരി പുതിയ സ്റ്റക്കായിട്ടുള്ള ഒരു എനർജിയാണ്. പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് ഈ പ്രായത്തിൽ എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്കിതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹെൽപ്ലെസ്നെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ പഴയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടുള്ളൊരു ചിന്തയായിരിക്കാം ഇത്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. റീഫ്രെയിം യുവർ എക്സ്പീരിയൻസ്, അത് മാറ്റിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇനി പലതും ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. നെഗറ്റീവ് എനർജീസ് മാറ്റി വയ്ക്കുക. കാരണം പ്രത്യേകിച്ച് ഈ ഒരു മാസം അവസാനമൊക്കെ ആകുമ്പോൾ ഇച്ചിരി നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പം അത് മനസ്സിന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ജസ്റ്റിസ് എനർജി ആൻഡ് 7 ഓഫ് സോഡ്സ് എനർജി സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് സ്ട്രോങ് മെസ്സേജാണ് നിങ്ങൾക്ക്. കാരണം ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, നീതിക്കും ന്യായത്തിനും നിരക്കാത്തതൊന്നും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഇത് നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല, ഇങ്ങനെ ചെയ്തു കൂടാത്ത കാര്യമാണ് എങ്കിലും എല്ലാവരും ചെയ്യുക. അത്ര ഇതൊക്കെ ആരും നോക്കാറില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അതിന് ചെവി കൊടുക്കാതിരിക്കുക. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും ചെയ്തു കഴിഞ്ഞാൽ അത് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ, നിയമവിരുദ്ധമായിട്ട് വരുന്നതാണെങ്കിലും തീർച്ചയായിട്ടും അത് പിടിക്കപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്.
പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കേണ്ടി വരും. ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടല്ല, മനഃപൂർവ്വമായിട്ട് അറിഞ്ഞിട്ട് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ വേറെ രീതി ഭയക്കേണ്ട കാര്യമില്ല, അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യാതിരുന്നാൽ മതി. അറിയാതെ അബദ്ധങ്ങളൊന്നും പറ്റുന്നില്ല, പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുക, അത് തീർത്ത് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.